ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് വിഷു ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈ ചിദംബരം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അങ്ങനെ ചെന്നൈ അതിലൂടെ തങ്ങളുടെ രണ്ടാമത്തെ വിജയം നേടിയിരിക്കുകയാണ്. ഓൾറെഡി വളരെ മോശമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കൊൽക്കത്തയെ അതിലും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തള്ളിവിടുന്നൊരു പരാജയമായിരുന്നു. കാരണം തീർത്തും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കൊൽക്കത്തയുടെ. ചെന്നൈയെ സംബന്ധിച്ച്, ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയായിട്ടുള്ള മത്സരത്തിൽ ജയിച്ച് തുടങ്ങി. ഇതാ രണ്ടാമത്തെ കൊൽക്കത്തയുടെ മത്സരം ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം താരതമ്യേന വളരെ ദുർബലരാണ് കൊൽക്കത്ത. അപ്പോൾ അവർക്കെതിരെ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചെന്നൈയുടെ അവസ്ഥ അതിനും പരിതാപകരമാകും. അപ്പോൾ എന്തായാലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ടോസ് കിട്ടിയത് കൊൽക്കത്തയ്ക്കായിരുന്നു. നമുക്കറിയാം ചെന്നൈയിൽ നല്ല ഡ്യൂ ഫാക്ടർ ഉണ്ട്. സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ് അഡ്വാൻറ്റേജ്. ചെന്നൈനെ ഒരു 210 റേഞ്ചിൽ പുറത്താക്കിയാൽ തന്നെ, അല്ലെങ്കിൽ അതിൽ റെസ്ട്രിക്റ്റ് ചെയ്താൽ തന്നെ കൊൽക്കത്തയ്ക്ക് ജയിക്കാനാവും. എന്നാൽ അത്രത്തോളം ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ടോസിൻ്റെ സമയം വരെ. അതുകൊണ്ട് തന്നെയാണ് റഹാന ഫീൽഡിങ് തിരഞ്ഞെടുത്തത്. ചെന്നൈയുടെ ബാറ്റിംഗ് ആസ് യൂഷ്വൽ സഞ്ജു സാംസൺ നല്ല രീതിക്ക് തന്നെ തുടങ്ങി. കഴിഞ്ഞ മത്സരത്തിൻ്റെ തുടർച്ച എന്നാണ് നല്ല രീതിക്ക് തന്നെ അദ്ദേഹം തുടങ്ങി. നല്ല രീതിയിൽ ബൗണ്ടറി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ 3 4 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്ക് അറിയണില്ല, എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളത്. കാരണം നമ്മൾ ലാസ്റ്റ് കപ്പടിച്ച 2 സീസൺ 2021 2023 ടീമിനെ ടീമിൻ്റെ ബാറ്റിംഗ് ഷോൾഡർ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അതിപ്പോൾ ഡൂപ്ലസിയുടെ ഒപ്പാണെങ്കിലും കോൺവേയുടെ ഒപ്പാണെങ്കിലും ആ ഓപ്പണിങ്ങിൽ എത്രത്തോളം മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയ പ്ലെയറാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ 5 അല്ല 10 കളിയുള്ള ടോപ്പായാലും ആ വർഷം CSKയുടെ കളി കണ്ടുള്ള ഫാൻസ് ഒന്നും ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിൽ നിന്ന് പുറത്തിറങ്ങണമെന്നൊന്നും പറയത്തില്ല. കാരണം അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലെയറാണ്. പവർ പ്ലേയിലൊക്കെ നല്ല രീതിക്ക് ബൗണ്ടറീസ് കണ്ടെത്തുന്ന, ഇപ്പുറത്തെ വിക്കറ്റ്സ് ഒക്കെ പൊക്കൊണ്ടിരുന്നാലും അവിടെ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്ത് നിന്ന് ടീമിനെ ഒരു മാന്യമായ സ്കോറിലോട്ട് എത്തിക്കാൻ കഴിവുള്ള പ്ലെയറാണ്. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് പ്ലേസ് ഒന്നും വർക്കാവുന്നില്ല. ഇന്നലെ തന്നെ ഒരു ബൗണ്ടറി കണ്ടെത്തിയത് തന്നെ എഡ്ജായിരുന്നു. ലക്കിലി എസ്കേപ്പ് ആയതാണ്. വരുൺ ചക്രവർത്തിയേക്കാളും ഒരു ബെറ്റർ ഫീൽഡർ ആണ് അവിടെയെങ്കിൽ ഷോർട്ട് തേർഡ് മാനിലെങ്കിൽ ആ പന്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഔട്ടായി. അദ്ദേഹം സ്പിന്നർക്കെതിരെ അങ്കുൽ റോയ്ക്കെതിരെ ഒരു സ്വീപ്പിന് ശ്രമിച്ച് അദ്ദേഹം ഔട്ടാവുണ്ടായത്. അതും കറക്റ്റ് ഫീൽഡർ എവിടെയാണ് അവിടേക്ക് തന്നെ പന്ത് ഇട്ട് കൊടുത്തു. ഋതുരാജ് ഗെയ്ക്വാദ് ഈസിലി ട്രാപ്പ് ആയിപ്പെടുകയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കളിയുടെ ഗിയർ ഷിഫ്റ്റായി. ആയുഷ് മാത്ര ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ സഞ്ജു സാംസണും കോൺഫിഡൻസ് ആയി. അദ്ദേഹവും ബൗണ്ടറീസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അത്രയും ഒരു സ്ട്രൈക്ക് റേറ്റിലല്ല കളിച്ചെങ്കിൽ പോലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക, അതായത് ടീമിൻ്റെ സ്കോർ ഇങ്ങനെ മുന്നോട്ട് പോവുക, ഒരു കൃത്യമായ പേസിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. കൊൽക്കത്തയുടെ പേസ് ബോളർമാർക്ക് തുടക്കത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ വൈഭവ് അറോറ ആണെങ്കിലും കാമറോൺ ഗ്രീൻ ആണെങ്കിലും അതുപോലെ തന്നെ കാർത്തിക് തേഗ ആണെങ്കിലും ഇവർക്കൊക്കെ നല്ല രീതിക്ക് അടി കിട്ടുന്നുണ്ടായിരുന്നു. പവർ പ്ലേയിൽ തന്നെ ചെന്നൈ ഒരു 70+ നല്ലൊരു സ്കോറിലോട്ട് എത്തിയാൽ ആയുഷ് മാത്ര ഒരു 200+ സ്ട്രൈക്ക് റേറ്റിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആയുഷ് മാത്രനെ കിടിലൻ ക്യാച്ചിലൂടെ രമൺദീപ് ഒരു ക്യാച്ചിലൂടെ പുറത്താക്കി. പിന്നീട് നമ്മുടെ ബ്രെവിസ് വരുന്നു. ബ്രെവിസിന് കിട്ടിയിട്ടുള്ളൊരു വരവേൽപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയിൽ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ സീസൺ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നത്. ഒരു വൻ ചിയറോടുകൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് സ്കോർ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ ഒരു അപ്പില്ല, വലിയൊരു ഡൗണും ഇല്ല, ഒരു മീഡിയം റേഞ്ചിൽ തന്നെ ആ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കാർത്തിക് തേഗയുടെ ഓവറിൽ പിന്നീട് സഞ്ജു സാംസൺ ഔട്ടാവുകയാണ്. അതും ഒരു 148 കിലോമീറ്റർ സ്പീഡിൽ വന്ന സഞ്ജു സാംസൺ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ക്ലൂലെസ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അത് സ്റ്റെമ്പ് എടുത്തുകൊണ്ട് പോയി. പിന്നീട് റൺ റേറ്റ് കുറച്ച് പറയാൻ തുടങ്ങി. സർഫറാസ് ഖാൻ കാര്യമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല, ബ്രിവീസിനും അടിക്കാൻ പറ്റുന്നില്ല. കാരണം നരേൻ്റെ ഓവർ അവിടെ മിഡിൽ നല്ല രീതിക്ക് വർക്കാകുന്നുണ്ട്. അത് നരേനെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് സർഫറാസ് ഔട്ടാവുന്നു, ബ്രിവീസ് ഔട്ടാവുന്നു, ദൂബയ്ക്കായാലും ഓവർട്ടൺ ആയാലും ലാസ്റ്റത്തെ 4 ഓവറിലും വ്യക്തമായ രീതിയിൽ ആ ഒരു ലാസ്റ്റത്തെ 4 ഓവറുണ്ട് ഒരു 50-55 റൺസൊക്കെ വരാൻ സാധ്യത ഉള്ള ആ 4 ഓവറുകളിൽ വൈഭവ് അറോറയും അതുപോലെ തന്നെ കാർത്തിക് തേഗിനെ എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ സ്ലോ ബോൾസ്, അദ്ദേഹത്തിൻ്റെ പേസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പേസ് 150 അടുപ്പിച്ച് എറിയുകയും സ്ലോ ബോൾസ് ഒന്നും ഒട്ടും പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റ് ലൈനിൽ ലെങ്ത്തിൽ എറിഞ്ഞു പോയി. അവസാനത്തെ 4 ഓവറിൽ 36 റൺസ് മാത്രമാണ് വന്നത്. ചെന്നൈയുടെ കണക്കൂട്ടിൽ അവിടെ തെറ്റി. 200+ പോയില്ല. 192 ഇന്നിങ്സ് അവസാനിച്ചു. അവസാനത്തെ 4 ഓവറുകളിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദൂബെ ഓവർട്ടൺ പോലത്തെ ഹിറ്റേഴ്സ് ക്രീസ് ചെയ്തിട്ട് പോലും കൊൽക്കത്തയുടെ ബോളിങ്ങിന് അവിടെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ 192 എന്ന് പറയുന്ന റൺസ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ 200 210 ആണെങ്കിൽ പോലും ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് 192 നമ്മൾ പുറത്തായത്. അത് നമ്മൾ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. അപ്പോൾ കൊൽക്കത്തയെ സംബന്ധിച്ച് ഇത് ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കോറാണ്. പക്ഷേ ചെന്നൈ ഇമ്പാക്ട് പ്ലെയറായിട്ട് അഖിൽ ഹുസൈനെ കൂടെ ഇറക്കുന്നു. ചെന്നൈക്ക് 2 സ്പിന്നേഴ്സും, കൊൽക്കത്തയ്ക്ക് 3 സ്പിന്നേഴ്സ് ആയിരുന്നു. ഇതിൽ വരുൺ ചക്രവർത്തി കോട്ട കംപ്ലീറ്റ് ചെയ്തില്ല. വരുൺ ചക്രവർത്തി
ഈ നരേനേക്കാളും അതുപോലെ തന്നെ വൈഭവ് അല്ല അങ്കുൾ റോയേക്കാളും നരേനേക്കാളും കൂടുതലായിട്ട് അടി ഇന്നലെ മേടിക്കുന്നുണ്ട് വരുൺ ചക്രവർത്തി. പുള്ളിയുടെ മിസ്റ്ററി ഒക്കെ സോൾവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റ്സ്മാൻമാരെന്ന് തോന്നുന്നു. വരുൺ ചക്രവർത്തി നല്ല രീതിക്ക് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെന്നൈ 2 സ്പിന്നേഴ്സ് ആയിരുന്നു ചെന്നൈക്ക് ഇന്നലെ, അക്കീൽ ഹുസൈനും നൂർ അഹമ്മദും. ഈ 2 സ്പിന്നേഴ്സാണ് ഇന്നലെ കളി ചെന്നൈക്ക് വേണ്ടി പിടിച്ചതെന്ന് പറയാം. കാരണം പേസർമാരെറിഞ്ഞ 12 ഓവറിൽ 110 മുകളിൽ റൺസ് പോയപ്പോൾ സ്പിന്നർമാരെറിഞ്ഞ 8 ഓവറുകളിൽ 50 താഴെ 46 റൺസ് മാത്രമാണ് പോയുള്ളൂ. ഇൻ കേസ് ആ സ്പിന്നർമാരെറിഞ്ഞ 8 ഓവറുകളിൽ ഒരു 70+ റൺസ് കൊൽക്കത്ത അടിച്ചാൽ പോലും അവർക്ക് വിജയം സ്വപ്നം കാണാമായിരുന്നു. പക്ഷെ അവിടെ 46 റൺസ് മാത്രമേ വന്നുള്ളൂ. അവിടെ തന്നെ കളി നമ്മൾ ജയിച്ചു. അതിൽ നൂർ അഹമ്മദ് 4 ഓവർ എറിഞ്ഞ് വെറും 21 റൺസ് കൊടുത്ത് 3 വിക്കറ്റ്. അതിൽ ഗ്രീൻ്റെ വിക്കറ്റൊക്കെ അന്യായ ബോള്. ഫസ്റ്റ് ബോളിൽ തന്നെ ഗ്രീൻ പുറത്താവുകയാണ്. അപ്പോൾ പിന്നീട് പവർ പ്ലേ തന്നെ അക്കീൽ ഹുസൈനെ കൊണ്ടുവരുന്നു. അക്കീൽ ഹുസൈനെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നൂർ അഹമ്മദ് റിങ്കു സിങ്ങിനെ പുറത്തേക്ക് ഓവർ കണ്ടാൽ മതി. ആദ്യത്തെ 4 ബോൾ ഡോട്ട്, 5ാമത്തെ ബോൾ റിങ്കു സിംഗ് ഒരു രക്ഷയിൽ അടിച്ചെന്നേ പറ്റുള്ളൂ. ഒരു ഷോട്ടിന് ശ്രമിക്കുന്നു, അദ്ദേഹം പുറത്താവുന്നു. ആ ഓവറിൽ ഒറ്റ റണ്ണാണ് വന്നത്. ഇന്നിങ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വൺ ഹിറ്ററായിട്ടുള്ള ഫിന്നലിനെ നഷ്ടപ്പെടുകയാണ്. പിന്നലിനെ നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് പിന്നീട് ഒരിക്കലും കരകയറാനായിട്ട് കൊൽക്കത്തയ്ക്ക് പറ്റിയിട്ടില്ല. 6 ഓവർ അവസാനിക്കുമ്പോൾ വെറും 36 റൺസ് മാത്രമുണ്ട് സ്കോർ ബോർഡിൽ. ഇതിനിടയിൽ നരേൻ്റെ ഒരു സിമ്പിൾ ക്യാച്ച് ഗെയ്ക്വാദ് വിട്ടു. നല്ല ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. സർഫറാസ് ഒരു ക്യാച്ച് വിടുന്നു, ബ്രവീസ് ഒരു ക്യാച്ച് വിടുന്നു. ബ്രവീസിനുള്ളതൊരു ഹാഫ് ചാൻസ് ആണെന്ന് പറയാമെങ്കിൽ പോലും ബ്രവീസിനെ പോലത്തെ ഒരു ഫീൽഡറിൽ നിന്ന് നമ്മൾ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അതോ ഋതുരാജ് ഗെയ്ക്വാദ് ഒരു കിടിലൻ ഫീൽഡറാണ്. അദ്ദേഹം ഒരു സിമ്പിൾ ക്യാച്ച് വിട്ടു, ഒരു സിറ്റർ വിട്ടു. സ്റ്റിൽ നമ്മൾ കളി ജയിച്ചു. പിറ്റത്തെ ഓവറിലൊക്കെ അവർ വീണ്ടും ക്യാച്ച് ഇട്ട് തന്ന് നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മൾ കളി ജയിച്ചു. പക്ഷേ ഫീൽഡിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്. ഡ്യൂ ഫാക്ടർ ഉണ്ട്, ബോൾ തെന്നും, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ പോലും ഇന്നലെ 6 ഓവറിൽ 36 റൺസ് ഉള്ളപ്പോൾ തന്നെ കൊൽക്കത്ത തോറ്റു കഴിഞ്ഞു. ചെന്നൈ അവിടെ ജയിച്ചു കഴിഞ്ഞു. പിന്നീട് അവിടെ നിന്ന് കൊൽക്കത്തയ്ക്ക് പിന്നീട് ആ ഒരു 193 റൺസിലോട്ട് എത്താനായിട്ട് സാധിക്കില്ല. ഈ ഡ്യൂ ഫാക്ടറിൻ്റെ അഡ്വാൻറ്റേജും സെക്കൻഡ് ബാറ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള പിച്ചിൽ പോലും കൊൽക്കത്തയ്ക്കെതിരെ ഈ ഒരു മേൽക്കൈ നേടാനായത് ചെന്നൈ ബോളർമാർക്കും അല്ലെങ്കിൽ ക്യാപ്റ്റനും ഋതുരാജ് ഗെയ്ക്വാദിനൊക്കെ തരുന്നൊരു മെൻ്റൽ ആയിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡുണ്ട്. അതെന്തായാലും വലുത് തന്നെയാണ്. ഒരു മാനസിക മുൻതൂക്കം കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തോടുകൂടി. കൊൽക്കത്തയെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. കാരണം ഇതുപോലത്തെ ഒരു അവസരത്തിൽ പോലും കൊൽക്കത്തയ്ക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനോ നല്ലൊരു ഇന്നിങ്സ് കളിക്കാനോ, എസ്പെഷ്യലി കാമറൂൺ ഗ്രീനൊക്കെ 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയാണ്. അത്രത്തോളം പ്രതീക്ഷ കൊണ്ടുവന്നെടുത്തൊരു പ്ലെയറാണ്. അപ്പോൾ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് വരുന്നില്ല ബോളിങ്ങിലും. പേസർമാരുടെ ബോളിങ്ങിൽ ഇപ്പോൾ കാർത്തിക് ത്യാഗിയൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ അടി കിട്ടുകയാണ്, നല്ല രീതിക്ക് അടി കിട്ടുന്നുണ്ട്. അതുപോലെ വൈഭവ് ഓവർ ഒക്കെ നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആവുകയാണ്. നല്ലൊരു പേസ് യൂണിറ്റ് ഇല്ല. ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലാണ് ഏറ്റവും പരിതാപകരം. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ചീട്ടോട്ടാനം പോലെ ഇങ്ങനെ മിഡിൽ ഓർഡറിൽ നിന്ന് തറന്നു കൊണ്ടുവരാം. മൺഡീമിൽ ഒരു ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ തോൽവി കുറച്ചുകൂടി വലുതായാണ്. അപ്പോൾ എന്തായാലും നൂർ അഹമ്മദ്, അക്കീൽ ഹുസൈൻ ഈ 2 പ്ലേയേഴ്സ്, ഒരാൾ 4 ഓവറിൽ 26 റൺസും ഒരാൾ 4 ഓവറിൽ 21 റൺസും, രണ്ടുപേരും കൂടി 8 ഓവറിൽ 47 റൺസ് മാത്രം കൊടുത്തുകൊണ്ട് ചെന്നൈ ഇന്നലെ കളി തിരിച്ചു പിടിച്ചു എന്ന് പറയാം. പേസർമാർ നന്നായിരുന്നുണ്ട്. അപ്പോൾ കലീലും അതുപോലെ തന്നെ അൻഷുൽ കാംബോജ് ആയാലും തുടക്കത്തിലൊക്കെ പവർ പ്ലേയിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് എറിഞ്ഞത്. പിന്നീട് കുറച്ച് അടി വന്നതിനോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചേപ്പോക്കിൽ സ്പിന്നേഴ്സ് കളം പിടിച്ചതുകൊണ്ട് കളി നമ്മൾ ജയിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ശക്തരായ എതിരാളികളാണ്. ഇനിയിപ്പോൾ മുംബൈ ആയിട്ട് മത്സരമുണ്ട്, സൺറൈസേഴ്സ് ആയിട്ട് മത്സരമുണ്ട്. അപ്പോൾ മുംബൈ ആയിട്ട് ഉള്ള മത്സരം തന്നെയായിരിക്കും ഏറ്റവും ക്രൂഷ്യൽ. അപ്പോൾ എന്തായാലും ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്തായാലും നമ്മുടെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. വയറത്ത് കുളിച്ച്